ഹലോ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ കിടന്നുറങ്ങായിരുന്നു. ഉച്ചയ്ക്ക് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അവരുടെ കൂടെ കിടന്നൊരു 10-15 മിനിറ്റൊക്കെ ഞാൻ ഒന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ എണീറ്റു. അത് ഞാൻ ചോറൊക്കെ കൊണ്ട് നേരെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി. കാരണം ഇനിയിപ്പോൾ കല്ലും അലക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. അത് കാരണം കൊണ്ട് എല്ലാ തുണികളും വാഷിംഗ് മെഷീനിലിട്ട് അങ്ങോട്ട് അലക്കിട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് സെറ്റാക്കാൻ കേട്ടോ. അത് ഉണക്കണത് കേടാണ്, അതുകൊണ്ട് നമ്മളത് അങ്ങനെ പിഴിഞ്ഞിട്ട് വേനിടാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് പിള്ളേരിൽ സെഫാൻകുട്ടനെ വിശക്കണമെന്ന് പറഞ്ഞു. സാൻ്റെ മോൾക്കും വിശപ്പുണ്ട്. അവൾ ഒരുപാട് വലുതായിട്ടില്ല, എന്നാലും 1-ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞുകുട്ടി തന്നെയാണ്. അപ്പോൾ അവൾക്കും അത്യാവശ്യം വിശപ്പ് കടന്ന് തുടങ്ങി. അപ്പോൾ കുറേ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണി വിരിച്ചിട്ടിട്ട് തുണി വിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ പറഞ്ഞത് വിശക്കണമെന്ന്. അപ്പോൾ വേഗം തന്നെ സെഫാൻകുട്ടന് ചോറ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ചോറ് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ തൈര് ഒഴിച്ച് അവന് ചോറ് കൊടുത്തു. അപ്പോൾ സാൻ്റെ മോൾക്കുള്ള ദോശ, അവൾക്ക് വലിയ ദോശ വേണ്ട, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുള്ള ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതും അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതാണ് ഈ കാണുന്നത്. സെഫാൻകുട്ടൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ TV കംപ്ലൈൻ്റ് ആണല്ലോ. പിള്ളേർ കഥ പറഞ്ഞു തരാൻ പറയും. കഥ നിർത്തി കഴിഞ്ഞാലോ ചോറ് തിന്നൂല്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതേ ദോശയൊക്കെ നല്ല രീതിക്ക് മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഈ ഫ്രൈ പാനിൽ നമുക്ക് വെളിച്ചെണ്ണയൊന്നും ഇല്ലാതെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല ഫ്രൈ പാനാണ്. അപ്പോൾ അതേ കുറച്ചും കൂടെ മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്നൊഴിച്ച് കുറച്ച് ഒരു 3-4-5 ദോശയ്ക്കുള്ളതും കൂടെ കിട്ടി. എണ്ണമല്ല, കുഞ്ഞ് ദോശയില്ലേ അത്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കണം, ആളുകൾ പണി കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല. പിള്ളേരെയും കൂട്ടി കടയിൽ പോയിരിക്കുകയാണ് കേട്ടോ. കടയിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ജാതിക്കുരു ഒക്കെ കൊണ്ടു കൊടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഇതായാലും വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു, ടാറ്റാ, ബൈ ബൈ, സീ യു.